രാഹുൽ മാങ്കൂട്ടന്മാരുടെ തേരോട്ടമാണ് ഇന്നും സോഷ്യൽ മീഡിയ. എന്ത് ചെയ്യാം? മാങ്കൂട്ടത്തെ വെളുപ്പിക്കാൻ ഇറങ്ങിയ ഈശ്വരനെ കുറിച്ച് ആരും മിണ്ടുന്നില്ല. അയാളുടെ ഒരു ഗതികേട്, ജയിലിൽ കിടക്കുന്ന അയാളെ ഒരു പട്ടി പോലും തിരിഞ്ഞു നോക്കുന്നില്ല. ആർക്കും വേണ്ടാത്ത ചാവിള്ളയായിപ്പോയി. ഇതൊക്കെ അനുഭവിക്കണം. അത്രയ്ക്ക് മറ്റുള്ളവരെ വാക്കുകൾ കൊണ്ട് കുത്തി നോവിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ കണക്ക് പറയാതെ പോകാൻ പറ്റൂ? സ്വന്തം ഭാര്യ അല്ലാതെ മറ്റാരും ജയിലിൽ പോലും സന്ദർശിച്ചതായി എവിടെയും കണ്ടില്ല. ഒരു ന്യായീകരണം വെളുപ്പിക്കൽ തൊഴിലാളികളെയും കണ്ടില്ല. കഷ്ടം. കോൺഗ്രസിന്റെ ഒരു ബൂത്ത് കമ്മിറ്റി അംഗമാണെങ്കിൽ പോലും പ്രവർത്തകരും നേതാക്കളും ജയിലിൽ പോയി നിന്ന് 2 ഫോട്ടം പിടിച്ച് ഫേസ്ബുക്കിലെങ്കിലും പോസ്റ്റ് ചെയ്യാൻ ഇതതുമില്ല. കഷ്ടമെന്നല്ലാതെ വേറെ മറ്റെന്ത് പറയാൻ? പിന്നെ മാങ്കൂട്ടത്തിനെതിരെ ലഭിച്ച പരാതി KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പോലീസിന് കൈമാറി എന്ന് വീമ്പ് പറയുന്നവരോട് ഒന്ന് ചോദിച്ചോട്ടെ. മാസങ്ങൾക്ക് മുൻപ് KPCC പ്രസിഡന്റ് പ്രിയങ്ക ഗാന്ധി, രാഹുൽ ഗാന്ധി എന്നിവർക്കിരയായ പെൺകുട്ടി അയച്ച പരാതി ദൃശ്യമാധ്യമങ്ങളിലും ഓൺലൈനിലും വ്യാപകമായി പ്രചരിച്ചതോടെ ഗത്യന്തരമില്ലാതെയല്ലേ പോലീസിന് കൈമാറിയത്? അതല്ലേ യാഥാർത്ഥ്യം? നിർധന കോൺഗ്രസ് കുടുംബത്തിലെ 17 വയസ്സുള്ള പെൺകുട്ടിയെ ലൈംഗിക ചൂഷണം നടത്തിയ പോക്സോ ക്രിമിനൽ, വിവാഹ വാഗ്ദാനം നൽകി പല യുവതികളെയും ലൈംഗികമായി ചൂഷണം ചെയ്തവൻ, ഇതെല്ലാം അറിഞ്ഞിട്ടും 100 കണക്കിന് വ്യാജ ID കാർഡുകൾ ഉണ്ടാക്കി യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആകാൻ അവന് അവസരമൊരുക്കി നൽകിയത് ഷാഫി പറമ്പിലും ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കളുമല്ല. സംശയമുണ്ടാവും. അതേ ഷാഫി തന്നെയാണ് തന്റെ പിൻഗാമിയായി പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട ജില്ലക്കാരനായ മാങ്കൂട്ടത്തിനെ പാലക്കാട്ട് കെട്ടിയിറക്കി മത്സരിപ്പിച്ച് വിജയിപ്പിച്ചെടുത്തത്. അപ്പോൾ ഷാഫിക്കെതിരെയും പാർട്ടി നടപടിയെടുക്കണ്ടേ? KC വേണുഗോപാലിന്റെ ഭാര്യയുടെ വനിതാ സുഹൃത്തിന് ലൈംഗിക താല്പര്യം സൂചിപ്പിച്ച് അശ്ലീല സന്ദേശം അയച്ചത് കണ്ടതിനെ തുടർന്ന് വേണുവിന്റെ ഭാര്യ ഫേസ്ബുക്കിൽ മാങ്കൂട്ടത്തിനെതിരെ പോസ്റ്റ് ഇട്ടു. ഷാഫി മാങ്കൂട്ടം സൈബർ വെട്ടുകിളികൾ അവരുടെ പോസ്റ്റിന് കീഴിൽ നടത്തിയ അതിരൂക്ഷമായ സൈബർ ആക്രമണം കേരളം കണ്ടതാണ്. ഒടുവിൽ ഗതികെട്ട് അവർ പോസ്റ്റ് പിൻവലിച്ച് ഓടി ഒളിച്ചു. മുൻ ജനപ്രതിനിധിയായ കോൺഗ്രസ് നേതാവിന്റെ വിവാഹമോചിതയായ മകളെ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ് പ്രണയം നടിച്ച് ലൈംഗിക ചൂഷണം നടത്തി 15 ലക്ഷം രൂപയും വാങ്ങിയിട്ട് ആ യുവതിയെ കയ്യൊടി. താഴ്ന്ന ജാതിക്കാരനായ മുൻ MP-യുടെ മകളെ പ്രണയിച്ചിട്ട് താൻ നായർ സമുദായം അംഗം ആയതുകൊണ്ട് ഈ വിവാഹത്തിന് കുടുംബക്കാർ സമ്മതിക്കില്ലെന്ന് പറഞ്ഞ് ആ യുവതിയെ വഞ്ചിച്ചു. എന്താണ് ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തിന് ഇയാളോട് വെറുപ്പെന്ന് കോൺഗ്രസ് നേതാക്കൾക്ക് പുറമെ ചിലർക്കൊക്കെ അറിയാം. KSU പ്രവർത്തകനായിരുന്ന ആൺകുട്ടിയെ കൊച്ചിയിലെ ഹോട്ടൽ മുറിയിൽ ഓറൽ സെക്സിന് അതിന് നിർബന്ധിച്ച് അത് ചെയ്യിക്കാൻ നടത്തിയ ശ്രമം, തെക്കൻ ജില്ലയിലെ 18-കാരിയെ റേപ്പ് ചെയ്ത വിഷയം, പിന്നെ 67-കാരിയായ വനിതാ നേതാവിന്റെ കൺസെന്റോടെ നടത്തിയ ബന്ധമല്ല, മറിച്ച് റേപ്പായിരുന്നുവെന്നാണ് കേൾക്കുന്നത്. പക്ഷെ ഈ ഇരകൾ കൊന്ന പോലീസിൽ പരാതി നൽകി നിയമ നടപടികളിലേക്ക് കടക്കാൻ ധൈര്യമില്ല. കോടതി വ്യവഹാരങ്ങൾ അത് റേപ്പിനേക്കാൾ വലിയ അപമാനമായി അവർ കാണുന്നു. MLA ആയതിനു ശേഷമാണ് വനിതാ മാധ്യമ പ്രവർത്തകയെ വിവാഹ വാഗ്ദാനം നൽകി ലൈംഗിക ചൂഷണം നടത്തി ഗർഭിണിയാക്കിയത്, ഗർഭചിത്രം നടത്തിച്ചത്. മാധ്യമങ്ങൾ പുറത്തുവിട്ട ഓഡിയോ ക്ലിപ്പുകൾ, അതിനെ തുടർന്ന് കേരള കോൺഗ്രസ് നേതാവ് ഹഫീസ് അടക്കമുള്ളവർ നൽകിയ പരാതിയിൽ സംസ്ഥാന പോലീസ് മേധാവി പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചു. തെളിവുകൾ ശേഖരിക്കുകയും ഇരകളിൽ നിന്ന് മൊഴിയെടുക്കാൻ ശ്രമിക്കുകയും ചെയ്തു. പക്ഷേ ഇരകൾ പരാതി എഴുതി നൽകാൻ തയ്യാറാകാതെ വന്നതോടെ അന്വേഷണം അവിടെ വഴിമുട്ടി. ഷാഫി മാങ്കൂട്ടം സൈബർ പടയുടെ നെറികെട്ട സൈബർ ആക്രമണത്തെ അവർ ഭയന്നുകൊണ്ടാണ് ഇരകൾ പരാതി നൽകാഞ്ഞത്. പരാതി നൽകുന്നതോടെ തങ്ങളുടെ ഐഡന്റിറ്റി ഷാഫി മാങ്കൂട്ടം ടീം പരസ്യപ്പെടുത്തി സമൂഹ മാധ്യമത്തിൽ അപമാനിക്കും. അതവർ ഭയപ്പെട്ടു. കേസിന്റെ വിചാരണ ഘട്ടത്തിൽ പ്രതിഭാഗം നടത്തുന്ന ക്രൂരമായ മൊഴിയെടുക്കലും എതിർ വിസ്താരവും അത് സൃഷ്ടിക്കുന്ന ട്രോമ റേപ്പിനേക്കാൾ ഭീകരമാണ്. ഷാഫി മാങ്കൂട്ടൻ ടീമിന്റെ പൊളിറ്റിക്കൽ, ക്രിമിനൽ, സാമ്പത്തിക പവർ ഇതുവഴി ജീവന് നേരെ വരെ ഉണ്ടാകാവുന്ന പ്രാണഭയവും അവരെ വേട്ടയാടി. അതുപോലെ ചെന്നിത്തലയോ VD സതീശനോ തലകുത്തി മറിഞ്ഞാൽ ഉണ്ടാക്കാൻ കഴിയാത്തതിന്റെ 10 ഇരട്ടി പണം ദാദാ എന്ന് പറഞ്ഞുണ്ടാക്കാൻ കഴിയുന്ന ഷാഫിയുടെ സാമ്പത്തിക നെക്സസ് ഇരകളെ മാത്രമല്ല നേതാക്കളെ പോലും
ഭയപ്പെടുത്തുന്നു. എന്ത് നെറുകേടും പ്രചരിപ്പിക്കാൻ മടിയില്ലാത്ത സൈബർ പടയാണ് ഇവന്മാർക്കുള്ളത്. ഷാഫിയുടെ നേതൃത്വത്തിൽ രൂപം കൊണ്ട മലബാറിലെ മുസംഗി രാഷ്ട്രീയം കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളെ പോലും ഭയപ്പെടുത്തുന്നു. കോൺഗ്രസ് നേതാക്കളുടെ ഫോണുകൾ ഹാക്ക് ചെയ്ത് അവരുടെ എല്ലാ ചുറ്റിക്കളികളും ചോർത്തി അവരെ ബ്ലാക്ക്മെയിൽ ചെയ്ത് വിരൽ തുമ്പിൽ നിർത്തിയ കഥകൾ വേറെയുണ്ട്. ഷാഫി പറമ്പിൽ മാങ്കൂട്ടത്തിന്റെ ഹെഡ് മാസ്റ്റർ ആണെന്ന CPM പാലക്കാട് ജില്ലാ സെക്രട്ടറിയുടെ മുൻ പ്രസ്താവന വളരെ കൃത്യമാണ്. ഒരു കുറ്റവാളിയേക്കാൾ കൊടിയ ക്രിമിനൽ വൈകൃത മനസ്സുള്ളവന് മാത്രമേ മാങ്കൂട്ടത്തിനെ പോലുള്ള സെക്ഷൽ പെർവേർട്ടിനെ ഇത്തരത്തിൽ സംരക്ഷിക്കാൻ കഴിയൂ. രാഹുലിനേക്കാൾ ഭയക്കേണ്ടത് ഹെഡ് മാസ്റ്റർ ഷാഫിയെയാണ്, ഒരു സംശയവും വേണ്ട. ആ ഷാഫിയെ ഇനിയും കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് ഭൂഷണമാണോ എന്ന് ചിന്തിക്കേണ്ടത് കോൺഗ്രസ് നേതാക്കന്മാരും പ്രവർത്തകരുമാണ്. നിങ്ങൾ ചിന്തിക്കുക.